Hi friends, welcome to Jasna's Kitchen. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കോൺ സാലഡാണ്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാലഡാണ്. നല്ല ടേസ്റ്റിയുമാണ്, കുറച്ച് സ്പൈസിയും കൂടെ ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് ഒരു കപ്പ് നിറയെ പുഴുങ്ങിയെടുത്ത കോണാണ്. അപ്പോൾ ഇത് ഞാൻ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതാണിത്. നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ചുള്ളത് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. പച്ച ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ചെറുതായി മുറിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 പച്ചമുളക് അത് ചെറുതായി കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അധികം സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് ഒഴിവാക്കാം കേട്ടോ. നമ്മൾ കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ഇതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കുരുവൊക്കെ ഞാൻ കളഞ്ഞ ശേഷമാണ് കേട്ടോ തക്കാളി സാലഡിൽ ചേർക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചേർക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഈ തക്കാളി അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഭയങ്കര വെള്ളം ആയിട്ടിരിക്കും. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി മുറിച്ച് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. അത് മിക്സ് ചെയ്ത് നോക്കിയ ശേഷം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇതിലേക്ക് ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ, കാരണം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണിത്, ചാട്ട് മസാല. അപ്പോൾ 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുക. ഈ ചാട്ട് മസാലയാണ് ഇതിൻ്റെ ഫ്ലേവറിന് തന്നെ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കിയാൽ. അപ്പോൾ നമുക്കൊരു സാലഡ് കഴിക്കാനൊരു മടുപ്പ് തോന്നുന്നില്ല, നല്ല ടേസ്റ്റുള്ളൊരു സാലഡാണ്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ചാട്ട് മസാല നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആട്ടോ, എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. നല്ല ഹെൽത്തിയാണ്, കാരണം ഇതിൽ നല്ല ഹെൽത്തി വെജിറ്റബിൾസാണ് ചേരുന്നത്. വേറെ ഒന്നും ഇതിൽ കുക്ക്ഡായിട്ടുള്ള വേറെ ഒന്നും ചേരുന്നില്ല. നമ്മൾ ഈ കോണ് മാത്രമേ ഒന്ന് കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലൊരു സാലഡ് എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.